എക്കോ പോയിന്റിനെ മുൾമുനയിൽ നിർത്തി പടയപ്പയുടെ പരാക്രമം താൽക്കാലിക കടകളൊക്കെ തകർത്തു. വിരട്ടാൻ ശ്രമിച്ചപ്പോൾ പ്രകോപിതനുമായി ഏറെ നേരം ഗതാഗതവും തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് എന്താണെങ്കിലും ആ ദൃശ്യങ്ങളൊന്ന് കാണാം. ജെയിനിസ് രാജുണ്ട് നമുക്കിപ്പം. ജെയിൻ, ഇന്നലെയും ഇതുപോലെ പടയപ്പയുടെ പരാക്രമം ഉണ്ടായിരുന്നു. ഇതേ സ്ഥലത്ത് മൂന്നാർ എക്കോ പോയിന്റിൽ ഇന്നലെയും കടകളൊക്കെ തകർത്തായിരുന്നു പടയപ്പ അവിടെ നടന്നത്. ഇന്നിപ്പോ വീണ്ടും അതേ കാഴ്ചകളാണ്. അപ്പോൾ ഇപ്പോഴും ഈ പടയപ്പ അവിടെ തന്നെ തുടരുകയാണോ ജെയിൻ? സേതു, ഇന്നലെ തന്നെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇന്നലെ നമ്മൾ രാവിലെ കണ്ടത്, ഇന്നലത്തെ രാവിലെ പടയപ്പ മാട്ടുപ്പെട്ടി എക്കോ പോയിന്റ് സമീപത്തെത്തിയപ്പോഴാണ്. പക്ഷെ ഇന്നലെ അതിനുശേഷം അവിടെ നിന്ന് പോയി വീണ്ടും വൈകുന്നേരം മടങ്ങിയെത്തി കാണിച്ച പരാക്രമത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. രാവിലെ ഉണ്ടായതിനേക്കാൾ കുറച്ചുകൂടി പ്രകോപിതനായിരുന്നു പടയപ്പ. ഇവിടെ കോൺക്രീറ്റ് കെട്ടിടത്തിന്റെ അകത്തേക്ക് പടയപ്പ കയറുന്ന ദൃശ്യങ്ങളുണ്ട്. ഇരുമ്പ് ഷട്ടർ തകർത്ത് കടയ്ക്കകത്തേക്ക് കയറി അതിൽ നിന്ന് ഭക്ഷണ സാധനങ്ങൾ വലിച്ചിട്ട് പുറത്ത് ഇട്ട് കഴിക്കുന്നതിനിടയിലാണ് ആളുകൾ ബഹളം വെച്ചത്. ആ ബഹളം വെച്ച ആളുകൾക്ക് നേരെ പാഞ്ഞെടുക്കുന്നുണ്ട്. കൂടാതെ ഈ പ്രധാന ഒരു വ്യാപാര കേന്ദ്രം അല്ലെങ്കിൽ താൽക്കാലിക കടകളൊക്കെ ധാരാളമായി ഉള്ള ഒരു പ്രദേശമുണ്ട്. ആ എക്കോ പോയിന്റിന്റെ ഒരു പ്രധാന ഭാഗം, ആ പ്രധാന ഭാഗത്തെ നടു റോട്ടിൽ നിലയുറപ്പിക്കുകയും അവിടെ വെച്ച് ഭക്ഷണങ്ങൾ കഴിക്കുകയും ഒക്കെ ചെയ്ത് ഗതാഗതം ഏറെ നേരെ തടസ്സപ്പെട്ടു. അതോടൊപ്പം തന്നെ താൽക്കാലിക കടകളിൽ നിന്നും ഭക്ഷണ സാധനങ്ങൾ, പ്രത്യേകിച്ച് കരിമ്പും ഉൾപ്പെടെയുള്ളവ അവിടെ വ്യാപാരികൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. പലപ്പോഴും ആ കടയുടെ അടിയിൽ തന്നെയാണ് അത് സൂക്ഷിച്ചു വെക്കുന്നത്. ആ സാധനങ്ങളും വലിച്ചു പുറത്തിട്ട് അത് കഴിച്ചതിന് ശേഷം ഏറെ വൈകിയാണ് പടയപ്പ അവിടെ നിന്നും മടങ്ങിയത്. വിനോദസഞ്ചാരികൾ അടക്കം എത്തിയവർ ഏറെ നേരം മുന്നോട്ട് പോകാൻ കഴിയാതെ അവിടെ നിലയുറപ്പിക്കാൻ അല്ലെങ്കിൽ പോകാൻ കഴിയാതെ അവിടെ നിൽക്കേണ്ടി വന്നു എന്നുള്ളതാണ്. ഇന്നലെ മൊത്തം പടയപ്പയുടെ ഒരു അല്ലെങ്കിൽ പരാക്രമമാണ് എക്കോ പോയിന്റ് നേരിട്ടത് എന്ന് തന്നെ പറയേണ്ടി വരും. കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റ് ജനവാസ മേഖലയിൽ രാത്രിയും അതോടൊപ്പം തന്നെ പുലർച്ചെയും ഒക്കെയുള്ള സമയത്ത്